കഥ സിക്ക. എഴുതിയത് സുനിത ഗണേഷ്. മാഡം, ഇന്നലെ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. സമ്മതത്തിന് കാത്തു നിൽക്കാതെ വാതിൽ പതുക്കെ തുറന്ന് ഉള്ളിൽ കടന്ന ഗ്രനിൻ സിക്കയുടെ അടുത്ത് നിന്ന് പറഞ്ഞു. സിക്ക മുഖം ഉയർത്തിയിരുന്നില്ല. അന്ന് രാത്രി കയറ്റി അയക്കേണ്ട ലോഡിന്റെ ഓഫീസ് ഓർഡർ തിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. 50കളിലേക്ക് കടക്കുമ്പോഴും ഒരു തീജ്വാല പോലെ തീക്ഷ്ണതയുള്ള സ്ത്രീ. ഗ്രനിൻ തൊണ്ടയിൽ അമർത്തിപ്പിടിച്ച് ഒന്നുകൂടി പറഞ്ഞു, മാഡം, ഞാൻ ഉറങ്ങിയതേയില്ല. ലോറിയിൽ പോകാനുള്ള പുസ്തകങ്ങളുടെ ഭാരത്തിനനുസരിച്ചുള്ള കയറ്റിറക്ക കൂലിയിലായിരുന്നു അപ്പോൾ അവളുടെ ശ്രദ്ധ. 800 ഗ്രാമിലധികം തൂക്കം വരുന്ന 5000 പുസ്തകങ്ങൾ, 1.5 കിലോയോളം തൂക്കം വരുന്ന 3000 പുസ്തകങ്ങൾ, അറിവിൻ്റെ ഭാരങ്ങൾ, ഭാരങ്ങളുടെ മൂല്യം എന്നൊക്കെയുള്ള ആന്തൽ സിക്കയുടെ മനസ്സിലൂടെ കടന്നുപോയി. മാഡം, ഫയലിൽ നിന്നും മുഖമുയർത്താതെ വന്നപ്പോൾ ഗ്രനിൻ ഒന്നുകൂടി വിളിച്ചു. അറിവിന്റെ നോവിൽ നിന്നും പടവിറങ്ങി വരും പോലെ കനത്ത തൂങ്ങി സിക്ക മുഖമുയർത്തി. ഒരു ക്ഷണം കൊണ്ട് അവരുടെ മുഖം തെളിഞ്ഞു. മുന്നിലെ കസേര ചൂണ്ടി അവർ പറഞ്ഞു, ഇരിക്കൂ. ഗ്രനിന്റെ കാലുകൾ തണുത്തിരുന്നു. അനങ്ങാൻ വിസമ്മതിക്കും പോലെ അതവിടെ നിന്നു. സിക്കയുടെ ഇടതുവശത്ത് മേശക്കരിയിൽ അങ്ങനെ അനങ്ങാതെ. ഗ്രനിൻ, ഇരിക്കൂ. എന്താണ് വന്നത്? ഫയലിലെ അടുത്ത പേജിൽ ഒപ്പിടുന്നതിനിടെ സിക്ക ലെനിനോട് സംവദിച്ചു. മാഡം, വിഴുങ്ങിയ വഴുപ്പുള്ള എന്തോ തൊണ്ടയിൽ കുടുങ്ങിയ പോലെ ഗ്രനിൻ പ്രയാസപ്പെട്ടു. പറഞ്ഞോളൂ, എന്താണ് പുതിയ പ്രശ്നം? സിക്ക ഭാവഭേദമില്ലാതെ തുടർന്നു. മാഡം, എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഞാൻ ഗ്രനിൻ വാക്കുകൾക്കായി വിയർത്തു. സിക്ക അയാളെ സൂക്ഷിച്ചു നോക്കി. ഒന്നും പറയാതെ അങ്ങനെ തന്നെ അയാളെ തറപ്പിച്ചു നോക്കിയിരുന്നു. മാഡം ഒന്ന് ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായേനെ. ഇത് ഗ്രനിൻ താഴേക്ക് നോക്കിയിരുന്നു. ശബ്ദത്തിൽ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ സിക്ക വിളിച്ചു, ഗ്രനിൻ, ഇതാണ് എൻ്റെ രീതി. നിങ്ങൾ ഇതുവരെ കണ്ട ആളുകൾ വ്യത്യസ്തമായിരിക്കും. എല്ലാവരും ഒരുപോലെയല്ലല്ലോ. സിക്ക അയാളുടെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒച്ചയെടുത്തത് കൊണ്ട് പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തെറ്റ് കണ്ടാൽ, തിരിച്ചറിഞ്ഞാൽ, ബോധ്യമായാൽ അത് തിരുത്താൻ സ്വയം ഒരാൾ തയ്യാറാവുമ്പോൾ മാത്രമേ അതിന് കുറച്ചെങ്കിലും നീതിയുക്തമായ പരിഹാരം കാണാൻ കഴിയൂ. ശരിയല്ലേ? ഗ്രനിൻ പുതിയ ഒരു ജീവിയെ കാണും പോലെ അവരെ നോക്കി. ഇങ്ങനെയും മനുഷ്യരോ? അയാൾ ചിന്തിച്ചു. ചെറിയ പിഴവുകൾ വരുമ്പോൾ പോലും തലയുയർത്താൻ പറ്റാത്ത വിധം അടിച്ചിരുത്തുന്ന മേലുദ്യോഗസ്ഥർ അയാൾക്കുണ്ടായിട്ടുണ്ട്. ഇത് തൻ്റെ കയ്യിൽ നിന്നും പറ്റിയത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു പിഴവാണ്. എന്നിട്ടും ഇവർ ഇങ്ങനെ കുലുങ്ങാതെ ക്ഷമയോടെ തന്നെ കേൾക്കുന്നു, മിണ്ടുന്നു. വരാൻ പോകുന്ന ഏതോ വലിയ പണിഷ്മെന്റിന്റെ മുൻപിലുള്ള ശാന്തതയായിരിക്കുമോ? ഗ്രനിന്റെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നുപോയി. പുതിയ മേലുദ്യോഗസ്ഥയാണ്. അവർ വന്നിട്ട് കുറച്ചു നാൾ മാത്രമേ ആയുള്ളൂ.
എന്തോ വലിയ പഠിപ്പുള്ളതാണെന്നും വലിയിടത്തുനിന്ന് വരുന്നതാണെന്നും മാത്രമേ പറഞ്ഞു കേട്ടുള്ളൂ. നേരിട്ടൊന്നും ഇടപഴകാൻ ഒരവസരവും കിട്ടിയില്ല. ഇടപെട്ടപ്പോൾ ആകട്ടെ വലിയ പരാജയം. അവർ ഒപ്പിട്ട വിലപ്പെട്ട ആ ഫയൽ കാണാതെ പോയിരിക്കുന്നു. ഒരു മീറ്റിങ്ങിനിടെ തന്നെ വിളിപ്പിച്ചു തന്നതാണ്. അത് തൻ്റെ കയ്യിൽ നിന്നും കൈമോശം വന്നിരിക്കുന്നു. മാഡം, ഗ്രനിൻ എന്താണ് പറയേണ്ടതെന്ന് നിശ്ചയമില്ലാതെ അവരെ നോക്കി. ഗ്രനിൻ, നിങ്ങളെ എനിക്ക് വിശ്വസിക്കാമോ? നിങ്ങൾ ഈ പറയുന്നത് സത്യം തന്നെയാണോ? നിങ്ങളുടെ അറിവിൽപ്പെടാതെ ആ ഫയൽ കളഞ്ഞുപോയി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുക തന്നെ വേണോ? സിക്കയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. ഗൗരവം പൂണ്ടു. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. ഞാനിവിടെ തുടങ്ങിയതേയുള്ളൂ. നിങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണെന്ന വിശ്വാസത്തിന്മേലാണ് ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടും നിങ്ങളുടെ കയ്യിൽ അത് തന്നത്. സിക്ക അയാളുടെ ചലനങ്ങളെ സശ്രദ്ധം നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്നും, ചുണ്ടിലെ ചലനങ്ങളിൽ നിന്നും, കൈവിരലുകളെ അനക്കങ്ങളിൽ നിന്നും സിക്ക എന്തോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. വന്നപാടെ നിങ്ങൾ എനിക്കൊരു പണി തന്നതാണോ? വെറുതെ ഒരു പണി? ഒന്നുകിൽ ഒരു രസമാകാം. ഓഫീസിനെ കുറിച്ച് തന്നെക്കാൾ ഇനിയും പഠിക്കാനിരിക്കുന്ന മേലുദ്യോഗസ്ഥയ്ക്ക് നൽകുന്ന ഒരു പാഠമായിരിക്കാം. അതോ പെണ്ണായതുകൊണ്ടൊരു ടീസിങ്ങോ? അല്ലെങ്കിൽ നിങ്ങൾ ആർക്കോ വേണ്ടി അത് ചെയ്തു? കാലുഷ്യത്തിന്റെ തരിപോലുമില്ലാതെ സിക്ക ഗൗരവത്തിൽ തന്നെ തുടർന്നു. എന്താണ് ഇതിലേതാണ് നിങ്ങൾ? ഗ്രനിൻ നിസ്സഹായ ഭാവത്തിൽ അവരെ നോക്കി നിന്നു. മാഡം, എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഫയൽ മാത്രം കാണുന്നില്ല. ഞാൻ ഇന്നലെയും ഉറങ്ങിയതേയില്ല. ഗ്രനിന്റെ വാക്കുകളെ, മുഖത്തെ, കണ്ണുകളെ, കൈവിരലുകളെ ഒക്കെ നിർനിമേഷയായി തന്നെ സിക്ക ശ്രദ്ധിച്ചു. അവരുടെ മുഖത്തെ ഘനീഭവിച്ചു നിൽക്കുന്ന ഭാവം ഗ്രനിനെ ഭയപ്പെടുത്തി. മാഡം, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഫയൽ മാത്രം കാണുന്നില്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയതേയില്ല. ഗ്രനിന്റെ വാക്കുകളെ, മുഖത്തെ, കണ്ണുകളെ, കൈവിരലുകളെ ഒക്കെ നിർനിമേഷയായി തന്നെ സിക്ക ശ്രദ്ധിച്ചു. അവരുടെ മുഖത്തെ ഘനീഭവിച്ചു നിൽക്കുന്ന ഭാവം ഗ്രനിനെ ഭയപ്പെടുത്തി. എന്താണ് ശരിക്കും ഇവർ? കല്ലുപോലൊരു സ്ത്രീ. ഇവർക്ക് കരച്ചിൽ വരുന്നില്ലല്ലോ. എന്തു സംഭവിച്ചാലും സിക്കയ്ക്ക് കരയാൻ കഴിയില്ലായിരുന്നു. ഒരു തുള്ളി കണ്ണീരും പൊഴിക്കാൻ കഴിയാത്ത വിധം സിക്ക മാറിയിരുന്നു. കരച്ചിൽ ഇല്ല, കരച്ചിൽ ഇല്ലേയില്ല. ഭൗതികമായി കണ്ണുനീർ പൊഴിക്കാനുള്ള ഗ്രന്ഥികൾ പ്രവർത്തനം നിർത്തിയിരുന്നു. സിക്കയ്ക്ക് ആരെയും വിശ്വസിക്കാനും കഴിയില്ലായിരുന്നു. ഏത് വിശ്വസ്തനിലും അവർ ഒരു വഞ്ചകനെ കണ്ടിരുന്നു. അത്രമാത്രം ആളുകളിൽ നിന്നും പഠിക്കാനുള്ള അവസരം ജീവിതം അവർക്ക് നൽകിയിരുന്നു. പുതിയ മേലുദ്യോഗസ്ഥയെ കണ്ടപ്പോൾ വെൽ ഫെഡ് ലേഡി എന്നാരോ കമന്റ് പറഞ്ഞതായി അവരും അറിഞ്ഞിരുന്നു. ഒരു കമന്റും ഒരു ഏറ്റിറക്കവും ബാധിക്കാത്ത രീതിയിൽ സിക്ക പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. അവർക്ക് ആരെയും വിശ്വസിക്കാതിരിക്കാനും കഴിയില്ലായിരുന്നു. ഏതു വഞ്ചകനിലും നന്മയുടെ ഒരംശം അവർ കണ്ടിരുന്നു. ആ നന്മ മാത്രം ഓർക്കാനും ഊറ്റിയെടുക്കാനും അതിൻ്റെ നനവിൽ മാത്രം ജീവിച്ചു പോകാനുമാണ് ജീവിതം അവളോട് പറഞ്ഞത്. ഒരിക്കൽ പോലും ജീവിതത്തെ വെറുക്കാതിരിക്കാൻ, ഒറ്റയാവാതിരിക്കാൻ തിരക്കുകളെ വാരി പൊതിഞ്ഞാണ് സിക്ക നടന്നിരുന്നത്. തിരക്കി തിരക്കി ആനന്ദം മാത്രമുള്ള ഒരു സൂഫിയായി
അവർ മാറിയിരുന്നു. വേദന പോലും ആനന്ദമാവുന്ന അവരെ മനസ്സിലാക്കാൻ കൊണ്ടും കൊടുത്തും മേടിച്ചും പടർത്തിയും മാത്രം ശീലമുള്ള ഗ്രനിൻ ആദ്യം ജനിച്ചാൽ പോലും കഴിയില്ലായിരുന്നു. ജീവിതത്തിൻ്റെ 50-ാം പടവിലാണ്. ആകെ കൂടി 100 വയസ്സു തികച്ചാൽ ലഭിക്കാവുന്ന 36,500 ദിവസങ്ങൾ 50 അടുക്കുമ്പോൾ പിന്നിടുന്ന 18,500. ഇനി മുന്നോട്ടു പോയാൽ തന്നെ കാണാവുന്ന ദിവസജാലകങ്ങൾ വളരെ കുറവ്. പിന്നെ എന്തിനു നോവണം? എന്തിന് വേദനിച്ചേങ്ങണം? ചിരിക്കൂ, ചിരിക്കൂ. മനസ്സ് വിങ്ങിപ്പോകുമ്പോഴും ഒരിറ്റു കണ്ണീർ പൊഴിക്കാൻ കഴിയാതെ ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ടപ്പോഴാണ് ഈ കരച്ചിലില്ലാത്ത, കരയാൻ കഴിയാത്ത അവസ്ഥയെക്കുറിച്ച് സിക്ക കേൾക്കുന്നത്. സ്വന്തം പേര് പോലെ തന്നെ സിക്ക സിൻഡ്രോം എന്ന് വിളിപ്പേരുള്ള ആ രോഗം ചിലപ്പോൾ തന്നെ സന്തോഷിപ്പിക്കാൻ മാത്രം നിയോഗപ്പെട്ട് തേടിയെത്തിയതായിരിക്കുമെന്ന് സിക്കയ്ക്ക് തോന്നാറുണ്ട്. കണ്ണീർ വരുന്നില്ലെങ്കിൽ, കരച്ചിലില്ലെങ്കിൽ, കരയാൻ പറ്റില്ലെങ്കിൽ പിന്നെന്തിന് ദുഃഖം? ഒരു തണുത്തുറഞ്ഞ മൗന നിമിഷത്തിൽ നിന്നും സിക്ക ഉണർന്നു. അടുത്ത ഫയലിൻ്റെ കെട്ടു തുറന്ന് പറഞ്ഞു, ഗ്രനിൻ, നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുകൊണ്ടോ വിശ്വസിക്കാതിരുന്നതുകൊണ്ടോ കാര്യമില്ല. പ്രശ്നത്തിന് പരിഹാരം കാണൂ. ഒച്ചയിടാനോ പണിഷ്മെൻ്റ് ഇടാനോ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് എന്നെ അറിയിക്കും. സിക്ക കണ്ണുകളിൽ അല്ലലില്ലാതെ കണ്ണീർ ഗ്രന്ഥികളെ ഉജ്ജ്വലിപ്പിച്ച് ചുരുങ്ങി അടഞ്ഞുപോയ കണ്ണീർ കുഴലുകളെ വികസിപ്പിച്ചെടുത്ത് കണ്ണീര് പുറത്തു കൊണ്ടുവരാൻ ചികിത്സയുണ്ടെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞിരുന്നു. മുഴുവൻ ഓൺലൈനാക്കി മാറ്റിയാലും ഇനിയും ഫയലുകൾ നോക്കാൻ പുഞ്ചിരി മാത്രം മതിയെന്ന് അവൾ തീരുമാനിക്കുകയായിരുന്നു. ഒരിക്കലും കരയേണ്ടെന്ന് അവൾ തീരുമാനിക്കുകയായിരുന്നു. കഥ സിക്ക. എഴുതിയത് സുനിത ഗണേഷ്.